ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അതായത് സിറാത്തൽ മുസ്തഖീമിൽ നമുക്ക് മുൻകഴിഞ്ഞു പോയവരുണ്ട്. അമ്പ്യാക്കൾ നമ്മൾ എവിടെ നിന്ന് എണ്ണുന്നോ ആദം നബി മുതൽ ഇങ്ങോട്ട് എണ്ണുകയാണെങ്കിൽ അവരെല്ലാം വന്ന വഴി ഇസ്ലാമിൻ്റെ വഴിയിലൂടെയാണ്. ആ വഴിയും അതിനുശേഷം വന്ന എത്രയോ മഹാന്മാരായ ആൾക്കാരുകൾ, അതിൽ സഹാബത്തുൽ കിറാമത്ത് വിടുന്നുണ്ട്. എണ്ണിയാൽ തന്നെ നമുക്ക് തീരില്ല, കാരണം നമുക്ക് വന്ന വഴിയുണ്ട്. ആ വഴിയാണത്, ശരിക്കും ആ വഴിയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ബാക്കിയുള്ള മതങ്ങൾക്കോ ബാക്കിയുള്ള ഏത് ഇസ്ലാമിൽ തന്നെ പിഴച്ചുപോയവർക്കോ അവർക്കൊന്നും വന്ന വഴിയില്ല. ആ വന്ന വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാത്തിഹയിലൂടെ ചോദിക്കുന്നത്. ആദ്യം ചോദിക്കുന്നുള്ളതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇതിനെ കവച്ചു വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പോകുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം പൂർത്തിയായില്ലേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ വഴി പിഴപ്പിച്ചവരുടെ കൂട്ടത്തിലല്ല, അതും പറയുന്നു. അടുത്തത് വീണ്ടും ദുആ പൂർത്തിയാക്കുകയാണ്. ഫാത്തിഹ ഒരു ദുആ ആണ്. നീ വഴി പിഴപ്പിച്ചവർ, നീ വഴി പിഴപ്പിച്ചവർ എന്ന് പറഞ്ഞാൽ അള്ളാഹ്വാണല്ലോ. ഏത് നമ്മുടെ ഈമാൻ കാര്യത്തിൽ പറയുന്ന ആറാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയും തെറ്റുമായ എല്ലാ കാര്യവും അള്ളാഹുവിൽ നിന്നാണ്. അപ്പോൾ അള്ളാഹ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ നന്നാക്കാനും സാധിക്കും, ഒരാളെ നേർവഴിയിലാക്കാനും സാധിക്കും, അതേസമയം വഴി തെറ്റിക്കാനും സാധിക്കും. ഈ വഴി തെറ്റിപ്പോകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ആ ഉള്ളിലുള്ള നിഷ്കളങ്കമായ മനസ്സും കൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നേരെ നല്ല വഴി കൂടി തന്നെ, നല്ല റൂട്ടിൽ തന്നെ പോകും, റൈറ്റ് പാത്തിലോട്ട് തന്നെ പോവും. അതല്ലാന്നുണ്ടെങ്കിൽ ഏത് വഴി പിഴച്ച ഇതുപോലത്തെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ദുർമാർഗത്തിലേക്ക് പോയ. ഈ ദുർമാർഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഇന്ന് നോക്കുകയാണെങ്കിൽ എത്രയോ ഉണ്ട്. ജൂതരെയും ക്രൈസ്തവരെയും കടത്തിവെട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പാതയേക്കാൾ പിഴച്ച പാതയിലൂടെ പോകുന്നുണ്ട് നമ്മൾ. പിന്നെന്താണ്, എല്ലാം അള്ളാഹ് പൊരുത്തപ്പെടുമല്ലോ എന്നുള്ള ഒരു ചിന്താഗതി. നിനക്ക് പഠിക്കണം, അല്ലെങ്കിൽ നീ പോകുന്ന വഴി ശരിയല്ല എന്ന് നിനക്ക് അറിഞ്ഞിട്ട് നീ ആ വഴി കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റല്ലേ. അതാണ് പിശാചിൻ്റെ മാർഗം. അവിടെ ശൈത്താനെ അനുകൂലമാക്കി കൊടുത്തിട്ടുണ്ട്. അതോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നേരായ വഴിയിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നേരായ വഴി ഞാൻ കാണിച്ചു തന്നിട്ട് നീ ആ നേരായ വഴിയിലൂടെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, നേരായ വഴി എന്ന് പറയുമ്പോൾ സന്മാർഗത്തിലൂടെ പോകുമ്പോൾ കുറച്ച് കഷ്ടതകളുണ്ട്. കുറേ കഷ്ടതകളുണ്ട്. ചിലപ്പോൾ നല്ല കഷ്ടതയൊക്കെ അനുഭവിക്കേണ്ടി വരും. നമുക്ക് മുൻകഴിഞ്ഞു പോയവരും കുറേ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ അവരും പോയത് ഇവിടുന്ന്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കഷ്ടതയൊന്നും അനുഭവിക്കാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് നേരിട്ട് ഈസി ആയിട്ട് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയൊക്കെ അങ്ങനെ ചിന്തിക്കും. കുറേ എന്തെല്ലോ കാണിച്ചു കൂട്ടും. നിസ്കാരമൊന്നും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ കുറേ ടീംസിനെ കണ്ടിട്ടുണ്ട്. 5 വക്ത് ഫർദ് നിസ്കാരം അത് എന്ത് ചെയ്യുക, ഖളാ ആക്കുക, ശരിയായ വക്തിൽ നിസ്കരിക്കാതിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്വലാത്തിന് പോവുക, പിന്നെ വലിയ ദിക്ർ ക്ലാസ്സുകൾക്ക് പോകുന്നു. ഇങ്ങനെ ശരിയാണ്, സംഭവം ശരിയാണ്. നീ ഈ ഫർദ് ചെയ്യേണ്ടത് ചെയ്യാതെ സുന്നത്ത് ചെയ്യാൻ പോകുന്നു. നിന്റെ ഫർദല്ല ആദ്യം നീ വീട്ടേണ്ടത്. അള്ളാഹ് ആദ്യം പറഞ്ഞതിനെ ഫർദ് വീട്ടാനല്ലേ, നിന്റെ നിർബന്ധ ബാധ്യത വീട്ടാനല്ലേ. പിന്നെ നീ എന്തിന് അല്ലേ ഞാൻ ചോദിക്കുന്നു. സലാത്ത് ചൊല്ലിക്കോ, ഇരുന്നിടത്തുനിന്ന് ചെല്ലിയാകേക്കോ, 3 സലാത്ത് ചെല്ലിയാൽ മതി ഇരുന്നിടത്തുനിന്ന്. പക്ഷെ നീ എന്ത് ചെയ്യണം, നീ അങ്ങനെ ആയിരിക്കണം. നീ അങ്ങനെ ആയിരിക്കണം. നിന്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് നീ എന്താണ് ക്ലിയർ ആക്കണം ആദ്യം. അതിന് നീ ഫർദ് നിന്നോട് വീട്ടാൻ പറഞ്ഞ ഫർദ് നീ വീട്ടണം. അല്ലാതെ വെറും സുന്നത്ത് മാത്രം ചെയ്തിട്ട് എന്ത് കാര്യം, നിന്റെ ഫർദെല്ലാം ബാക്കി സുന്നത്ത് മാത്രം ചെയ്യുന്നത്, അതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നേരായ പാതാവിലേക്ക് നീ വിടണേന്ന് പറഞ്ഞിട്ട് അള്ളാഹിനോട് ഞങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്. നേരായ പാതാവിലുണ്ടായിരുന്ന ആൾക്കാരാണ് ഏത്, ക്രൈസ്തവ സമൂഹം. അവരാണ് ഈ വഴി പിഴച്ചു പോയവർ. വഴി പിഴച്ചു പോയി, റൂട്ടൊന്ന് തെറ്റിപ്പോയി. കുറേ റൂട്ടുകൾ നമ്മളിപ്പോൾ വഴിയറിയാത്ത ഏതോ ഒരു സ്ഥലത്തേക്കെത്തി. നമ്മൾ ഏതോ ഒരു നാട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു യാത്രയിലേക്ക് പോവാണ്. യാത്ര പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുറേ ജംഗ്ഷനുകൾ കാണുന്നു. 1-2 1-2 നമുക്ക് ഏകദേശം ഒരു ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് ആ റൂട്ട് നമുക്ക് അവിടെ GPS കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നുമില്ല. ഇങ്ങനെ പരിധി ഇങ്ങനെ നോക്കുമ്പോൾ ഒരാളെയും കാണുന്നുമില്ല. അടച്ചോളെ ഇതെന്താണ് ഇപ്പോൾ വിധി, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇനി ഏത് റൂട്ടാണെന്ന് മനസ്സിലാകുന്നില്ല. അവിടെ കുറേ റൂട്ടും കാണുന്നുണ്ട്, കുറേ റൂട്ട് ഇഷ്ടംപോലെ. ഇപ്പോൾ ഇസ്ലാമിലുള്ളതുപോലെ തന്നെ കുറേ റൂട്ടുകളുണ്ട്. അങ്ങനെ റൂട്ടാണ്.
അങ്ങനെ അവസാനം എന്ത് ചെയ്തു, ഇവർ വന്ന അതേ റൂട്ടിൽ തന്നെയുള്ള റൂട്ടിൽ കൂടെ കുറച്ചും കൂടി മുമ്പോട്ട് പോയി. അപ്പോഴാണ് അവിടെ ഒരു ചെറിയൊരു ബോർഡ് ഇങ്ങനെ മറ പിടിച്ച് കിടക്കുന്നത്. കുറച്ച് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാട് മൂടി കിടക്കുക എന്നൊക്കെ പറയുന്നില്ല. ഈ കാട് മൂടി കിടക്കുന്നത് നമ്മളെ മനസ്സ്. ഈ കാട് മൂടി കിടക്കുന്ന ആ ഒരു സാഹചര്യം, നമ്മളെ മനസ്സ് തെറ്റുകൾ കൊണ്ട് നിറഞ്ഞിട്ട് നിൽക്കുന്ന നമ്മുടെ മനസ്സ്, ആ ഒരു സാഹചര്യത്തിലാണ് ആ ബോർഡ് കാണുമ്പോൾ ഒരാൾ നമ്മളോട് പറഞ്ഞു, നീ ഒന്ന് ഇറങ്ങിയിട്ട് ആ ബോർഡൊന്ന് ജസ്റ്റ് ഒന്ന് നീക്കി നോക്ക്, അതിൻ്റെ ആ ഇതൊക്കെ ഒന്ന് പറിച്ച് കളി നോക്കുക, അത് എവിടേക്കാണ് എഴുതിയിട്ടുള്ളത്, അത് ഡയറക്ഷൻ എവിടെ. അങ്ങനെ ഇയാൾ ഇറങ്ങി, ഒരാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയിട്ട് അതൊന്ന് തുടച്ചൊന്ന് നോക്കുമ്പോഴാണ് ഇത് ഈ റൂട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്, ബാക്കിയുള്ള റൂട്ടുകളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, ഇന്ന റൂട്ടിലേക്ക് ഇന്ന രീതിയിലാണ്, ഈ റൂട്ട് ഈ ബോർഡ് ശരി തന്നെയാണ്, നമുക്ക് ഇതിൽ കൂടി തന്നെയാണ് പോകേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ആ നമ്മളുടെ ഉള്ളിലുള്ള മറ നീക്കി തരുന്നത് അത് ഇലാഹാണ്, ഏക ഇലാഹാണ്, അത് അള്ളാണ്. കാരണം എന്താ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് നന്നാവണം, നമുക്ക് മുമ്പോട്ട് പോകണം, നമ്മളെ റൂട്ട് ശരിയാക്കണം എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അള്ളാഹ് പിന്നെ ആ റൂട്ട് കൂടെ, അതും ഖുർആനിൽ പറയുന്നുണ്ട്, ആ റൂട്ട് കൂടെ കൊണ്ടുപോകും, പിന്നെ അങ്ങോട്ടും തെറ്റാനില്ല. അതല്ലെങ്കിൽ എന്താവും, ഈ സംശയമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, ആടി വലഞ്ഞ് ഇങ്ങനെ അതിൽ നിൽക്കണോ ഇതിൽ നിൽക്കണോ അപ്പുറം നിൽക്കണോ ഇപ്പുറം നിൽക്കണോ അങ്ങനെ ആടി വലഞ്ഞ് വലഞ്ഞിരിക്കാണ് പിശാചിൻ്റെ സാഹചര്യമുള്ളത്. അതെന്തല്ല, ഈ റൂട്ട് ക്ലിയർ അല്ല, ആദ്യം മനസ്സിൻ്റെ റൂട്ടാണല്ലോ ക്ലിയർ ആക്കേണ്ടത്, അത് ശരിയല്ല. ആ റൂട്ട് ശരിയാകാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിനക്ക് പരീക്ഷണം കൂടുതൽ ഏൽക്കേണ്ടി വരുന്നത്. കാരണം നീ നേരായ റൂട്ടിലൂടെ ചോദിക്കുന്നുണ്ട്, പക്ഷെ അള്ളാഹ് നിന്നെ കൊണ്ടുപോകുന്നുണ്ട്, നിന്റെ മനസ്സിൽ വീണ്ടും ഉള്ളത് അതിൽ പെട്ടവരാണ് ഈ മനസ്സിലായില്ലേ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ക്രൈസ്തവരെയാണ് അത് ഉദ്ദേശിക്കുന്നത്. കാരണം ബൈബിൾ ഇറങ്ങിയിട്ട് ഇത്രയും ഉത്ബോധനം നടത്തി അവസാനം വഴിവെച്ച് പോയത് എവിടെയാണ്, ഈസാ നബി കുരിശിൽ തറച്ചിട്ട് ഇവരുടെയൊക്കെ പാപങ്ങൾ ഏറ്റെടുത്തിട്ട് ഇവർ പറയുന്നത് എന്താണ്, മുകളിലേക്ക് ഉയർത്തപ്പെട്ടു, കുരിശിൽ തറച്ച് ഈസാ നബി കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ ഈസാ നബീനെ കുറിച്ചിട്ട് സൂറത്തുൽ മറിയമിൽ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സൂറത്തുൽ മറിയം ഓതിയപ്പോൾ, പണ്ടൊരു രാജാവിൻ്റെ മുമ്പിൽ പോയിട്ട് ഓതിയപ്പോൾ, സ്വഹാബാക്കൾ ദീനും കൊണ്ട് പോയിട്ട് ഓതിയപ്പോഴാണ്, സൂറത്തുൽ മറിയം ഓതിയപ്പോഴാണ് പൊട്ടിക്കരഞ്ഞു പോയി. വലിയ ക്രൈസ്തവ രാജാവായിരുന്നു, പൊട്ടിക്കരഞ്ഞു പോയി. കാരണം എന്താ, സൂറത്തുൽ മറിയം ഈ ഇവർക്ക് ഈ അവിടെ ഇതാണ് പിന്നെ ക്രിസ്ത്യൻസാണ്, ആ രാജ്യം മൊത്തം ഭരിക്കുന്നതും ക്രിസ്ത്യൻസാണ്. അപ്പോഴാണ് ആ രാജാവിന് മനസ്സിലായത് സംഭവം ഇതാണ്, ഇത് ശരി തന്നെയാണ്. ഈസാ നബിനെ കുരിശിൽ തറച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, കൊണ്ടുപോയിട്ടൊന്നുമില്ല. അത് യഥാർത്ഥത്തിൽ ഇവർക്ക് തന്നെ അറിയാം. പക്ഷേ ഇത് അംഗീകരിക്കാൻ മടി, ഖുർആൻ അംഗീകരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഇവർ നമ്മൾക്ക് പിന്നിൽ നിൽക്കേണ്ടി വരുമെന്ന്. നമുക്ക് പിന്നെ മുസ്ലിങ്ങൾക്ക് പിന്നിൽ നിൽക്കണ്ട, നിങ്ങൾ അള്ളാഹ്ക്ക് പിന്നിൽ നിന്നാൽ മതി. മുസ്ലിങ്ങൾക്ക് പിന്നിലല്ല നിൽക്കണ്ടേ, നിങ്ങൾ അള്ളാഹ്ക്ക് പിന്നിൽ നിൽക്കുക. നിങ്ങൾ അവിടെ വഴി വെച്ച് പോയിട്ടുണ്ട്, അപ്പോൾ അവിടെയാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അടുത്തത് വരുന്നത് ഗൈരിൽ മഗ്ളൂബി അലൈഹിം. ഈ ഗൈരിൽ മഗ്ളൂബിയിൽ ഗൈരിൽ എന്ന് പറയുന്നിടത്ത് ഗൈരിൽ മഗ്ളൂബി ആവും. ഗൈരിൽ മഗ്ളൂബി ആയി കഴിഞ്ഞാൽ പോയി അർത്ഥം. ഗൈരിൽ മഗ്ളൂബി എത്രയോ ആൾക്കാരുടെ ഖിറാഅത്ത് കേൾക്കുന്നത് ഗൈരിൽ മഗ്ളൂബി, ആണ്. ഈ ഉച്ചാരണ ശേഷിയിൽ വരില്ല. ചില ആളുടെ ഐരിൽ മൗലൂബി ആവും, ഐരിൽ മൗലൂബി അലൈഹിം, അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. പോയി ഖിറാഅത്ത് പോയി. നിങ്ങളുടെ നിസ്കാരം ഭാഗത്തിൽ ആകെ കൂടി 7 ആയത്തേ ഉള്ളൂ. ഈ 7 ആയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ആ പരീക്ഷണത്തിൽ തന്നെ നിങ്ങൾ തോറ്റു. ഗൈരിൽ മഗ്ളൂബി എന്നുള്ളതും അതും ആണ്. ആടെ എന്താന്ന്, ഗൈരിൽ മൗലൂബി ഇങ്ങനെ കുറേ ഉണ്ട്. മൗലൂബി ഒന്നുമില്ല, മൗലൂബിയായി. ഏത് മൗലൂബി എന്ന് നമുക്കറിയില്ല, എനിക്കറിയില്ല ആ ഖിറാഅത്തിനെ കുറിച്ചിട്ട്. അർത്ഥം മാറി, ഖിറാഅത്ത് മാറി, മൊത്തം ടോട്ടൽ ഫോളായി. മഗ്ളൂബി എന്നുള്ളിടത്ത് ഉച്ചാരണ ശേഷിയിൽ വരുന്നതാണ് ഇതൊക്കെ തജ്വീദിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളെ ഉസ്താദ് നമുക്കിത് പറഞ്ഞു തരുമ്പോൾ ഇപ്പോഴും ഖിറാഅത്ത് അറിയുന്നില്ല എത്രയോ ആൾക്കാർ, പ്രായമായ എത്രയോ ആൾക്കാർ ഖുർആൻ ക്ലാസ്സിൽ വന്നിട്ട്, ഒരു സ്ഥലത്തല്ല, ഞാൻ പറഞ്ഞില്ല 5-6 സ്ഥലങ്ങളിൽ ഈ മനുഷ്യൻ 10-24 കൊല്ലത്തിൻ്റെ മുകളിലായി ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട്. ഉബൈദുല്ലാ നദ്വി സഅദിയിലാണ്. ഇപ്പോൾ പണ്ട് എന്നെല്ലാം പിടിച്ച് വലിച്ചിട്ടാണ് ഖുർആൻ ക്ലാസ്സിന് എത്തിച്ചത്.
2004 2003 ആണ് ഖുർആൻ ക്ലാസ് കോട്ടിക്കൽ ജമാഅത്തിൽ തുടങ്ങുന്നത്. പിടിച്ചു വലിച്ചിട്ട്, കാരണം എനിക്കൊന്നും ഖുർആനെ കുറിച്ചിട്ട് വലിയ വ്യക്തമായിട്ട് ഓതും, ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ കാരണം മദ്രസപരമായിട്ട് ഇങ്ങനെ വന്ന ആ ഒരു ഇതിൽ വരുന്നതാണ്. ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖും കൂടി നൽകണം. ഏതൊരു അറിവിനും അതും കൂടി വേണമല്ലോ. അറിവില്ലായ്മ എന്നുള്ളത് നമ്മൾ പരിഹരിക്കേണ്ടത് അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയ ഘടകമാണ്. അറിവില്ലായ്മ പരിഹരിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ വട്ടപൂജ്യമാണ് ജീവിതത്തിൽ. ഇത്രയും ഞാൻ പരത്തി പറയേണ്ടി വന്നത് എത്രയോ ആൾക്കാരുടെ കിറായത്തും എത്രയോ ആൾക്കാരുടെ ആ ശൈലിയും കാര്യങ്ങളും നാട്യവും ഭാവവും ഒക്കെ കാണുമ്പോൾ വല്ലാതെ അങ്ങോട്ട് പരിതപിച്ചു പോകുന്നു. ഒന്നും അറിയാത്തടത്തു നിന്ന് നമ്മൾ ഇത്രയും രീതിയിൽ ഇത്രയും നല്ല രീതിയിൽ കൈപിടിച്ച് ഉയർത്തേണ്ട എല്ലാം നല്ല വലിയൊരു ഗ്രന്ഥം നമ്മളെ കയ്യിലുണ്ടായിട്ട് നമ്മളെന്താവുന്നു, ഫൈലായി പോകുന്നു. ഗൈറുൽ മഗ്ളൂബി അലൈഹിം, നിന്റെ കോപത്തിനിരയായവർ ഇന്ന് മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരുപാടുണ്ട്. അഹങ്കാരികളും അഹന്തയുമായിട്ട് നടക്കുന്ന എത്രയോ മനുഷ്യന്മാർ. ഈ കോപത്തിനിരയായവരാണ് ജൂതർ. ഇന്ന് ഏറ്റവും കൂടുതൽ ഫലസ്തീനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യർ. വേദഗ്രന്ഥമുണ്ട്, തൗറാത്ത്. തൗറാത്തുണ്ട്, പക്ഷെ എന്തല്ല അവർ അതിൽ നിന്ന് പിൻവാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വ്യതിചലിച്ചിട്ട് മുസാനബിൻ്റെ കൗമാണല്ലോ, പഴയ ഗിബില ഇപ്പോൾ ഇവർക്ക് വേണമെന്നാണ് പറയുന്നത്, നമ്മുടെ മസ്ജിദുൽ അക്സ. അതിനു വേണ്ടിയാണ് ഇപ്പോൾ അവരാണെങ്കിൽ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയതാണ് പണ്ട്, സ്വഭാവ ദൂഷ്യം കാരണം. അള്ളാഹുവായിട്ടുള്ള എത്രയോ കരാറുകൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, തെറ്റിച്ചിട്ടുണ്ട്. പിന്നെ ഇവറ്റകളാണിപ്പോൾ ഇസ്രായേലിയരാണ്, ജൂതരാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, അമേരിക്കക്കാരൻ്റെ കരാറും കൊണ്ട് നടക്കുന്നു. അവരുമായിട്ട് കരാർ ഒത്തിച്ചിട്ട് ഇപ്പോൾ ഇറാനുമായിട്ടും ബാക്കിയുള്ള മുസ്ലിം രാജ്യങ്ങളുമായിട്ട് കുറേ കരാറുകൾ കൊണ്ട് നടക്കുന്നു. അള്ളാഹുമായിട്ടും അള്ളാഹിൻ്റെ റസൂലുമായിട്ട് എത്രയോ കരാറുകൾ ലംഘിച്ചത് ഇഷ്ടംപോലെ പറയുന്നുണ്ട് ഇവറ്റകൾ. അതിൽ പെട്ടവരാണ് അള്ളാഹിൻ്റെ കോപത്തിന്. കാരണം ഒരുപാട് 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 കരാറുകൾ വ്യതിചലിച്ച് അവസാനം ഔട്ടായി പോയി. ദീനിലുല്ല ഇഹില. കാരണം അവരെ ഗ്രന്ഥം തന്നെ, തൗറാത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തം ഇവർ കൈകടത്തിയിട്ട് മാറ്റിമറിച്ചിട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ബൈബിളിൻ്റെ യഥാർത്ഥ പതിപ്പ് കിട്ടല. ബൈബിളിൻ്റെ യഥാർത്ഥ പതിപ്പുണ്ട്, പക്ഷെ ആ പതിപ്പ് ഇവരെന്ത് ചെയ്യല, പുറത്തു വിടല. കാരണം എന്താ, അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പം ഈ നിൽക്കുന്ന നസ്രാണികൾ ക്രൈസ്തവർ മൊത്തം എന്താവും, അവർ വിശ്വസിക്കുന്നതും തന്നെ അവരല്ലാതായിട്ട് മാറും. കാരണം കുറേ വഴി തെറ്റിയിട്ട് അവർ പോകുന്നുള്ളൂ. ഇതേ സാഹചര്യം നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഗൈറുൽ മഗ്ളൂബിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്. ഈ ഗൈറുൽ മഗ്ളൂബിയാണ് ഈ പറഞ്ഞവർ. ഇത് തന്നെയാണ് ഇൻഷാ അല്ലാഹ് ഖുർആൻ മൊത്തം. ഈ ഗൈറുൽ മഗ്ളൂബിയിൽ കാഫിരീങ്ങളും പെട്ടിട്ടുണ്ട്, ഷിർക്ക് ചെയ്യുന്നവരും പെട്ടിട്ടുണ്ട്. ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഖുർആൻ ഉമ്മുൽ ഖുർആൻ, 70 ഒട്ടകം ചമക്കുന്ന, അത്രയും എഴുതിയാലും തീരില്ല എന്ന് പറഞ്ഞത്. ഇത് തന്നെയാണ് മൊത്തം ഖുർആനിലുള്ളത്. ഇനി അങ്ങോട്ട് ഖുർആനിൽ ഇൻഷാ അല്ലാഹ് ഇത് മൊത്തമാണ് പറയുന്നുള്ളത്. ഇൻഷാ അല്ലാഹ് വരും സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇത് പൂർത്തീകരിച്ചു കൊണ്ടുപോകാം. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. ആദ്യം നമ്മുടെ കുടുംബത്തിൽ തന്നെ നാം ദീനെത്തിക്കുക. നമ്മുടെ കുടുംബത്തിൽ ദീനെത്തിക്കുമ്പോൾ ആദ്യം ഞാൻ ചിന്തിക്കേണ്ടത്, നമ്മളെ കുടുംബത്തിൽ കുറേ മനുഷ്യന്മാരുണ്ടാവും. ഇവനെന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇവനെന്ത് സംഭവിച്ച്, ഇവൻ ഇത്രയും കാലം എങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് പറയും. കാരണം അങ്ങനെയാണത്. അത് പഴമക്കാരും അങ്ങനെ തന്നെയായിരുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് എല്ലാം ക്ലിയർ ആയിട്ട് പറയാം.